മോർണിംഗ്. ഏയ് എണീക്കടോ, എന്തൊരുറക്കാത്. ഗുഡ് മോർണിംഗ്. You also. Come on, yeah. എണീക്ക്, സമയായി. ഇറ്റ്സ് ഓൺ ടൈം. സമയം നോക്ക്, കണ്ട ട്രെയിനിന്റെ സമയായി. അയ്യോ, എന്നെ എന്താ വിളിക്കാഞ്ഞേ? I am already ready. It's you getting too late. Get ready fast. ഒരു 5 minutes I will be there. Oh. Okay, I am waiting for you. ബ്രെഡ് ഇരിപ്പുണ്ട്. രാവിലെ ബ്രെഡ് ഓംലെറ്റ് മതിയല്ലോ. അത്രയ്ക്കൊന്നും ലേറ്റ് ആയിട്ടില്ലല്ലോ. നമുക്ക് ആ മാധവത്തിൽ നിന്ന് കഴിക്കാം. ആ ഷാനിലെ കുറച്ച് നാളായിട്ട് വിളിക്കാം. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പോവാം. ഓക്കെ? ഇങ്ങനെയായിരുന്നു ഞാൻ വെറുതെ രാവിലെ ധൃതി പിടിച്ച് റെഡി ആവേണ്ട കാര്യം ഉണ്ടായിരുന്നു. നല്ല മഴക്കാറുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയെങ്കില്. പിള്ളേരെ രണ്ടുപേരും വീട്ടിൽ പറഞ്ഞു വിട്ടപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. പക്ഷേ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് മാറ്റി വെക്കാനൊന്നും ഞാൻ പറയില്ല. എന്നാലും ഇനി ലേറ്റ് ആവണ്ട. മൺസൂറായതുകൊണ്ടോ ട്രെയിനൊന്നും കറക്റ്റ് അല്ല. മഴക്കാറും മഴയൊക്കെ നമ്മൾ വന്നാലും ഉണ്ടാവല്ലോ. നീ വണ്ടി ഇറക്ക കണ്ണാ. കോളേജ് ഗ്രൂപ്പ് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുറേ ഗുഡ് മോർണിംഗ്, പിന്നെ പിള്ളേരുടെ കുറേ തള്ളലും. കഴിഞ്ഞ തവണത്തെ പോലെ ഈ പ്രാവശ്യം ഒത്തുകൂടണമെന്നാ. എനിക്ക് വലിയ മൂടൊന്നുമില്ല സജി. പൊങ്ങച്ചം കാണിക്കാൻ ഒരു സ്ഥലം. ഇതില് ഭേദം അമ്മയുടെ കുടുംബശ്രീ ഗ്രൂപ്പാ. ഒന്നും വലിയ നടക്കാത്ത കുറെ ബിസിനസിന്റെ കാര്യമെങ്കിലും കേൾക്കാലോ. ഹലോ, ആ റെസ്റ്റോറന്റ് അടുത്ത് നിർത്തിക്കോ. ഇവിടെ നിർത്തിയാൽ മതിയോ? ലെഫ്റ്റ് ചേർത്ത് നിർത്തിക്കോ. കുറച്ച് വഴിയാണ്. മതിയോ? സജീവനാണല്ലോ. സജീവേട്ടാ നമസ്കാരം. ഇത് രാവിലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉടുപ്പിലൊരു മീറ്റിംഗ്, ട്രെയിനാണ് പോകുന്നത്. അതിന് മുമ്പ് കഴിച്ചു പോകാൻ കരുതി. എന്താ നിന്റെ വിശേഷങ്ങളൊക്കെ? കഴിക്കാൻ എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത്? കഴിക്കാൻ മസാല ദോശയുണ്ട്, നെയ്റോസ്റ്റ് ഉണ്ട്, ഭൂരി ഉണ്ട്, പോവുണ്ട്, ചപ്പാത്തി, പൊറോട്ട. ഇത് നമ്മുടെ വീടല്ല, പബ്ലിക് പ്ലേസാ. പ്ലീസ് കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? എത്ര നാളായി ഇത്? എടോ, നിനക്കെന്റെ സ്വഭാവം ശരിക്കറിയില്ല. ക്ഷമിക്ക്, എല്ലാം ശരിയാവും. തന്റെ ഒരു സ്വഭാവം. തനിക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ ഉള്ളിലിട്ടിരിക്കുന്ന ബ്രാ ഇല്ലേ, അതുവരെ ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം വൈഫിന് ഒരു ഇന്നർ വെയർ പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത ആളാണോ വലിയ വീടും കാറും ഒക്കെ വെക്കാൻ പോകുന്നത്? താനൊരു തോൽവിയാടോ, മഹാ തോൽവി. എനിക്ക് മടുത്തു. എന്റെ തലേന്നൊന്നും ഒഴിഞ്ഞു പോയി തരുമോ? എന്റെ തലവിധിന്നല്ലാണ്ട് ഞാൻ ഇതിന് എന്താ പറയണ്ടേ? ഇത് സമയത്താണാവോ ഇയാളുടെ തലയിൽ വന്ന് പെടാൻ തോന്നിയത്? മടുത്ത ജീവിതം.
എന്നെ ഓർക്കുന്നുണ്ടെന്ന് പോലും ഞാൻ കരുതിയില്ല. ഓർക്കാൻ വേണ്ടി മാത്രം കണ്ടുമുട്ടുന്ന ചിലരുണ്ടല്ലോ ജീവിതത്തിൽ. അത് കൊള്ളാം. പരിചയപ്പെട്ടില്ലല്ലോ. മീറ്റ് മൈ ഹസ്ബൻഡ് സജീവ്. ഹായ് ഹായ്. സജീവ്. കോളേജ് ഗ്രൂപ്പിലെ കാര്യം അവൾ ഇപ്പോൾ പറഞ്ഞേയുള്ളൂ. നിങ്ങൾ ഒത്തുകൂടുന്നു പറഞ്ഞു. അതിന്റെ ത്രില്ലിലായിരുന്നു മൂപ്പര്. ഹരി കോളേജ് ഗ്രൂപ്പിലൊന്നും ഇല്ല. നമ്പർ തന്നോളൂ, ഞാൻ ആഡ് ചെയ്യാം. 9946742712 ആ 712. ആ അയാള് ഗ്രൂപ്പിലൊന്നും സജീവല്ല. ഇല്ല, ഗ്രൂപ്പിലില്ല. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആക്റ്റീവ് ആയിരുന്നു. കഥയും കവിതയും രാഷ്ട്രീയവും ഫുൾ ടൈം നല്ല വൈബ് തന്നിരുന്ന ആളാ. ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതുന്ന പോലെയാ സംസാര ശൈലിയൊക്കെ. എല്ലാ കാര്യത്തിനും ആള് മുൻപിലുണ്ടാവും. അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? ഞാൻ പഠിച്ചിരുന്നപ്പോഴും ഇതുപോലെ ചിലരുണ്ടായിരുന്നു. തുണി സഞ്ചിന്ന് ഉള്ളിട്ട് മര്യാദയ്ക്ക് കുളിക്കൂല്ല. ബ്രാൻഡഡ് ഡ്രസ്സിനെ കുറിച്ച് അറിയ പോലുമില്ല. ഏതോ സ്വപ്നലോകത്തിങ്ങനെ നടക്കും. ജീവിതത്തിൽ പണം തന്നെയാണോ പ്രധാനം. അതില്ലാത്തൊരു സ്ഥലത്തും സ്ഥാനമോ ബഹുമാനമോ കിട്ടില്ല. അതുണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പെടണം, പണിക്ക് പോണം. ഞാൻ തന്നെ കണ്ടില്ലേ, നിങ്ങളുടെ കൂടെയുള്ള സുഖങ്ങളെല്ലാം വിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഓടി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയാളുടെ പേരെന്താന്ന് പറഞ്ഞ? ഹരി. ഓ ഹരിചന്ദ്രൻ. ഈ പേരുള്ളവരൊക്കെ കണക്ക. ഹരിചന്ദ്രനല്ല, ഹരിപ്രസാദ്. JP ആയിട്ടുള്ള ഡീലിങ്സ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവരോട് വരാൻ പറഞ്ഞിട്ടുള്ളത്. നടന്നാൽ നല്ല ബിസിനസ്സാ. മക്കളെ എനിക്ക് വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. നീ വിളിച്ചേക്ക്. ഓക്കെ, ബൈ. ലിമ ലിമ, നമ്മുടെ പഴയ കവിയില്ലേ, ഗ്രൂപ്പിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഹരിയോ? ഓ ആ നോക്ക്, ആ താൻ വിളിക്കുന്നു. ഞാനവളിന്ന് വിളിച്ചോക്കട്ടെ. ഹലോ അനു, നീ ഹരിനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. നീ അവനോട് വെച്ചിട്ട് കണ്ടത്? 25ാമത്തെ പരിപാടി നീ അവനോട് പറഞ്ഞിട്ടില്ലേ? നീ ഒന്ന് നിർത്തി നിർത്തി ചോദിക്ക്, എന്നാലല്ലേ എനിക്ക് പറയാനൊരു ഗ്യാപ്പ് കിട്ടുള്ളൂ. ഇന്ന് രാവിലെ ടിഫിൻ കഴിക്കാൻ കോഫി ഹൗസിൽ കയറിയപ്പോഴാണ് അവനെ കണ്ടത്. കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഞാൻ പറയാം. ഇവനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു? ഓ, എന്തൊരു ബോറടി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇവനുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. അവനൊന്ന് മാഗസിനിൽ എഴുതിയ കവിത ഞാൻ ഇന്നാളും കൂടി വായിച്ചുള്ളൂ. എന്താ എന്റെ പേര്? തീന്ന വിറകുന്ന ചാരം. ഓ, ചാരം ചാരം ചാരം. ഓ ശരി, ഞാൻ ഗ്രൂപ്പിലിടാം. നീ വിളിക്കുകയാണെങ്കിൽ പറ. ഓ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഇലഞ്ഞിപ്പൂഗന്ധം
വഴിഞ്ഞൊഴുകും നിന്റെ ചാരു സാമീപ്യം പ്രിയേ ഇലഞ്ഞിപ്പൂഗന്ധം വഴിഞ്ഞൊഴുകും നിന്റെ ചാരു സാമീപ്യം പ്രിയേ മുന്നേ നയിക്കുവാൻ ഊർജം നൽകും ഈ സാന്ധ്യവേളയിൽ ഹൃദയത്തിൻ അടരുകൾ തത്ത നിശ്വാസമായി ചേക്കേറും യാമമാ. ഹലോ, ഹരി, നീ എവിടെയാ? എന്തു പറ്റിടാ? എവിടെയാണെങ്കിലും നീ സന്തോഷമായിരിക്കുന്ന ഞാൻ കരുതി. ഇലഞ്ഞിപ്പൂഗന്ധം വഴിഞ്ഞൊഴുകും നിന്റെ ചാരു സാമീപ്യം പ്രിയേ, മുന്നേ നയിക്കുവാൻ ഊർജം പകർന്നിടും ഈ സാന്ധ്യവേളയെ. നിന്റെ സൗഹൃദവും എഴുത്തും വായനയും ഒക്കെ എന്റെ കൂടെ കൂടിക്കൊണ്ടാവാം. വെറുതെ കളയാൻ കിട്ടിയ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ ഞാനും ഒരു പുസ്തകത്തിന് ജന്മം നൽകി. എന്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിത്തരുന്ന സജീവ് സീഡ് ബുക്സിനോട് സംസാരിച്ച് അത് പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തില്ല. അതിനു മുമ്പേ എനിക്കിത് മഹാകവി രാജേന്ദ്രൻ സാറിനെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അടുത്ത ഓപ്ഷൻ നീയായിരുന്നു. വായനയും എഴുത്തും ഒരു കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പിന്നീടത് യാത്രകളായി. ആ യാത്രകളിലും എന്തൊക്കെയോ കൂടെ കൂട്ടി. ഞാനൊന്നൊന്നല്ലെന്നാടോ എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ മുന്നിൽ കണ്ടതെല്ലാം ആഗ്രഹങ്ങളല്ലടോ, അത്യാഗ്രഹങ്ങളായിരുന്നു. ഇപ്പോൾ ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. തോൽവിയുടെ അറ്റം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നവന് എന്ത് സാഹിത്യം? ഹരി, ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയൊക്കെ സാധാരണയല്ലേ? താഴ്ചയിൽ നിന്ന് വരുന്നവരാണ് പിന്നീട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. നീ കണ്ണൂറൊന്നും നോക്കാത്തോണ്ടാ. 90കളിലെ ക്യാമ്പസുകളെ വാക്കുകൾ കൊണ്ട് രക്തം തിളപ്പിച്ചുണർത്തിയിരുന്ന ഹരിപ്രസാദിനോടാണ് ഞാൻ സഹായം ചോദിച്ചത്. ഞങ്ങളെ എല്ലാം മുന്നോട്ട് നയിക്കാൻ തൻ്റെ ഇടം ഉണ്ടായിരുന്ന ഞങ്ങളുടെ MKDയോടാണ് ഞാനിത് പറഞ്ഞത്. സാഹചര്യങ്ങളാണോ നമ്മുടെ സർഗശേഷിയെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്? എൻ്റെ സാഹചര്യമൊന്നും ഇന്നതിന് യോജിച്ചതല്ല. ഇന്ന് തന്നെ സഹായിക്കാൻ എന്നെക്കാൾ കൂടുതൽ രാജേന്ദ്രൻ സാറിന് കഴിയും. 2 PhD, അക്കാദമി അവാർഡുകൾ എല്ലാം ഗുണം ചെയ്യും. മാനസികമാണല്ലോ എല്ലാത്തിനും.
സജീവ് വിചാരിച്ച രാജേന്ദ്രൻ സാറിനെ 2 ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കറക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നീയാണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ട് ഒരുമിച്ചുള്ളൊരു വൈബുണ്ടല്ലോ, അതാ ഞാൻ പ്രതീക്ഷിച്ചേ. നീ അങ്ങനൊരു മൂഡിലല്ലെങ്കിൽ ഓക്കെ. നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? മുൻപത് എത്ര പറഞ്ഞില്ല എന്നെ മനസ്സിലാവില്ല എനിക്ക്. നിന്നെ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടും നീ പറഞ്ഞത് അനുസരിച്ചിട്ടുള്ളതുകൊണ്ടാ നമ്മളിപ്പോ ഇത്ര അകലത്ത് നിൽക്കുന്നേ. എന്ന് നിനക്ക് നീ പറയുന്നത് മാത്രമായിരുന്നു ശരി. അതും കൈപ്പിടിച്ചോണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. നീ കൂടെയുള്ളപ്പോൾ മാത്രം വിരിയുന്ന ചിരിയുണ്ട്, അപ്പോൾ മാത്രം സന്തോഷിക്കുന്ന മനസ്സും. കൂടെയില്ലാത്തപ്പോൾ മൂകമാകുന്ന ഞാനും. കേറിവാട. കോണിയാക്ക് സമ്പന്നന്മാരുടെ പ്രതീക്ഷ കേട്ടിട്ടുള്ളൂ. എന്നാ പിന്നെ ചായ ഒഴിവാക്കാം. ആയിക്കോട്ടെ. ഏനോ ഓൺ ദ റോക്സ്. ഇതിങ്ങനെയാണ് കഴിക്കേണ്ടത് 24 hours. അയ്യോ, എന്തിനാ ഇത്ര തിരക്ക്? നമുക്ക് ഈ പാടത്തും പറമ്പിലിരുന്ന് അടിച്ചാണ് ശീലം. പിന്നെ കട്ടയിട്ടടിക്കുമ്പോൾ പെട്ടെന്നടിച്ച് തീർത്തില്ലെങ്കിൽ തീർന്നു പോകുന്നുള്ള ഭയവും. മദ്യം ആസ്വദിച്ച് കുടിക്കാനുള്ളത്. എന്നെ മദ്യപിക്കാൻ പഠിപ്പിച്ചത് നീയാ. സ്റ്റേജിൽ കയറി 2 വാക്ക് നന്ദി പറയാൻ ഭയന്നു നിന്ന എന്റെ കൈകളിലേക്ക് ദാ ധൈര്യം പകരുന്ന ഈ ദ്രാവകം വെച്ചു തന്ന എന്റെ ഗുരു. അന്ന് നന്ദി മാത്രമല്ല, പ്രിൻസിപ്പളിനെ അങ്ങ് തെറി വിളിച്ചങ്ങ് നിർത്തി. ആഹാ, എന്റെ ഗുരുവേ. ശിക്ഷ ഇപ്പോ അത്യാവശ്യം നല്ല മദ്യപാനിയാണ്. ഈ ശിഷ്യ അങ്ങേക്ക് തരുന്ന ദക്ഷിണയായി ഇതിനെ അങ്ങ് സ്വീകരിച്ചാലോ? മദ്യത്തിൽ മാത്രമല്ലല്ലോ നിനക്ക് ഞാൻ ഗുരുവായത്. കുപ്പത്തൊട്ടിയിലെ മാണിക്യം ഇപ്പോൾ കോടികൾ വിലമതിക്കുന്ന സ്വത്തായി. സമൃദ്ധിയിൽ ഇങ്ങനെ വിരാജിക്കുമ്പോൾ കടന്നു വന്ന കല്ലും മുള്ളുമുള്ള വഴികൾ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അസൂയ, കുശുമ്പ്, കണ്ണുകടി. ചെറുതായി മാണിക്യത്തെ സമൃദ്ധിയിലേക്ക് വഴി നടന്ന് കയറി വരാൻ മാറിത്തന്ന കള്ളത്തെമ്മാടി. ചിലരെ കണ്ടുമുട്ടുമ്പോ നമ്മുടെ ജീവൻ തന്നെ വഴിമാറും.
സ്വന്തമാവില്ല എന്ന് ഉറപ്പുള്ളതിനെയെല്ലാം ദാ ഇങ്ങനെ കയ്യിൽ വെച്ച് തരും. സ്വന്തമാവുമെന്നുറപ്പായാൽ അതങ്ങനെ തട്ടിമാറ്റും. പിന്നീട് ഒരിക്കലും ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത വിധം. ഒന്നാവാൻ കഴിയാത്തതുകൊണ്ടാവാം നമ്മുടെ പ്രണയം ഇപ്പോഴും ഇത്ര സുന്ദരായിരിക്കുന്നത്. മതി വരുവോളം നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, നിന്റെ ഗന്ധം എന്നിലലിയോളം. ഭ്രാന്തമായ സ്നേഹം ചിലപ്പോ മനസ്സിനെ താളം തെറ്റിക്കും. എത്ര കൊല്ലായി എന്നറിയോ നിന്നെ കാണാൻ ഞാനിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കണം. നിന്റെ കല്യാണത്തിന് എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. ഈഗോ അതിന് സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിനക്ക് ആദ്യത്തെ മകളുണ്ടായപ്പോൾ ദയ ഹോസ്പിറ്റലിൽ, രണ്ടാമത്തെ മകളുണ്ടായപ്പോൾ അസ്റ്ററിൽ, അവരുടെ പേരളി ചടങ്ങിന് ഗുരുവായൂരമ്പലത്തിൽ ചോറ് കൊടുക്കാൻ കൊണ്ടായപ്പോൾ, 2 മക്കളെയും LKGയിൽ കോൺവെൻറ്റിലും UPയിൽ സെൻറ് ആനിൽസിലും നീ ചേർത്താൻ വന്നപ്പോൾ എല്ലാം അറിഞ്ഞിരുന്നു. വരാൻ ശ്രമിച്ചിരുന്നു, കഴിഞ്ഞില്ല. ഈഗോ സമ്മതിച്ചില്ല. നിന്റെ ബർത്ത്ഡേക്ക് സജീവ് ഫോർച്യൂണർ പ്രസൻ്റായി തന്നില്ലേ, അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹയാത്തിലെ ഡിന്നർ, സന്തോഷം, അസൂയ. എൻ്റെ 2 വീലർ ഉണ്ടല്ലേ പുറത്തിരിക്കുന്നത്. 20 കൊല്ലം കഴിഞ്ഞും നിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ലേ? അതിന് കാരണം എൻ്റെ സാഹിത്യല്ലേ. ഇപ്പോൾ മനസ്സിലായില്ലോടോ, എല്ലാത്തിനും മുകളിലാണ് ഈ സാഹിത്യം എന്ന്. നീ എന്ന് എൻ്റെ കൂടെ വേണം. ഇഷ്ടമാണ് എനിക്ക്, ജീവനോളം, ജീവിതത്തോളം, ജീവശ്വാസത്തോളം. ഇനിയും നിന്നെ ചേർത്ത് പിടിച്ച് പ്രണയിക്കും. ഹലോ, നീ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? നേക്കഡ് ഇമോഷൻസ് മറച്ചു വെച്ചാ കണ്ണിൽ തിരിച്ചറിയില്ല എന്ന് കരുതിയോ? ഹാപ്പിനെസ് സക്സസ് ആണ്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുക, അതല്ലേ സക്സസ്. സ്നേഹവും കരുതലും ത്യാഗവും ഒക്കെ തരുന്നത് കണ്ടാൽ മാത്രം പോരാ, അത് മനസ്സിലാക്കണം, തിരിച്ചു കൊടുക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. എനിക്കിത് മനസ്സിലാക്കി തന്നെ എന്റെ സജീവ. നീ ഒരു സ്വപ്നജീവിയാ. എന്റെ ആഗ്രഹങ്ങള്, കാഴ്ചപ്പാട്, ബുദ്ധി അതെല്ലാം സജീവിന്റെ കൂടെ ആയപ്പോ അതെല്ലാം ഞങ്ങളുടേതായി. ലൈഫ് പാർട്ട്ണർ. കഴിയുമെങ്കില് ഈ ബുക്കൊന്ന് വായിക്ക്. ഹലോ, നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ മാത്രമായിരിക്കണം. പോയി റിയാലിറ്റി പോയി ജീവിക്കടാ.
നീ എന്നെ ചതിച്ചൂലേ? സജി, സജി, ഞാനിനി എന്താ ചെയ്യാ? പോയി ചാവടി. അനു, അനു, സോറി സോറി സോറി. ഒന്നുമില്ല ഒന്നുമില്ല. സോറി സോറി. സജി, എന്തിനാ എന്നോട് സോറി പറയണേ? ഞാനല്ലേ തെറ്റ് ചെയ്തത്? ഒന്നുമില്ല അനു, ഒന്നുമില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താ പറയുക നിനക്ക്? ജീവിത, അതിന്റെ സത്യവിശ്വാസം. ഞാനൊരു സാധാരണ ഭർത്താവായിരുന്നെങ്കിൽ നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ ലോകം നീ മാത്രമാണ്. എനിക്കോ മറ്റാർക്കോ വേണ്ടിയല്ല ഞാനിതെല്ലാം ഉണ്ടാക്കിയത്, നിനക്ക് വേണ്ടി മാത്രമാണ്. അവിടേക്ക് മറ്റൊരാൾ കടന്നു വരാനോ എന്റെ ലോകം നശിപ്പിക്കാനോ ദൈവത്തിനെ പോലും ഞാൻ അനുവദിക്കില്ല. നിന്റെ സന്തോഷമല്ലേ എന്റെ സന്തോഷം. നിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ. നിന്റെ സ്വപ്നം എന്റെയും സ്വപ്നങ്ങളല്ലേ. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ലടോ. നിന്നെ തനിച്ചാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് നോക്കാം.